ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനിത് ഓൾറെഡി കുറച്ച് ഗ്രൈൻഡ് ഒന്ന് ചെയ്തിട്ടാണ് വന്നേക്കണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഗെയിം കളിക്കാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നൈറ്റ് ടൈം ആട്ടോ, നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇന്നോട്ട് നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യ രീതിയിൽ തന്നെ നമ്മൾ അടച്ചു പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മാനേജ്മെൻറ്റിലാണ് ഗൈസ് ബില്ലുകൾ വരിക. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ബില്ലുകൾ വരും. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒന്നുമില്ല, ആകെ ഉള്ളതൊരു ക്രാഫ്റ്റിംഗ് ഫ്ലോറാണ്. അപ്പം നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണം സുഹൃത്തുക്കളെ. ഒരു ചിറൽ ഓർഡർ ചെയ്യാം, ഒരു സ്ലൈസ്ഡ് ബർഗർ, സൈസ്ഡ് ബ്രെഡ് ഓർഡർ ചെയ്യാം, ഫ്ലോർ ഓർഡർ ചെയ്യാം, ഓയിൽ ഓർഡർ ചെയ്യാം, പാസ്ത ഓർഡർ ചെയ്യാം, ഇത് ഓർഡർ ചെയ്യാം. നമ്മുടെ എല്ലാ കയ്യിലും എല്ലാതും ഓർഡർ ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം നമുക്കൊന്ന് റീഫിൽ ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യം സൂഷു ഷുഗറാണ്. സൂഷു ഷുഗർ നമുക്ക് നേരെ റീഫിൽ ചെയ്യാം. ഇതിൻ്റെ ഒന്നും ഞാൻ പൈസ ഇട്ടിട്ടില്ല ഗൈസ്. ആകെ പൈസ ഇട്ടേക്കണത് സിറലിൻ്റെയും ബ്രെഡിൻ്റെയും ആണ്. പിന്നെ ക്രാഫ്റ്റിംഗ് ഫ്ലോറിൻ്റെ ഞാൻ ഇട്ടില്ലേ ഗൈസ്. ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയത് മുട്ട ലാഭത്തിനാണ്. ഞാൻ മറന്നുപോയി. അയ്യോ, ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ ഇതിട്ട് മറന്നുപോയി ക്രാഫ്റ്റിംഗ് ഫ്ലോറിൻ്റെ. ഞാനത് വിറ്റത് എനിക്ക് നഷ്ടമായിട്ടാ. നഷ്ടമായി പോയിണ്ടാവും. എന്ത് മണ്ടത്തര കാണിച്ചെന്ന് നോക്കണേ ഗൈസ്. ക്രാഫ്റ്റിംഗ് ഫ്ലോറിൻ്റെ പൈസ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് പോയിട്ട് കേട്ടോ. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. പക്ഷെ ഒരു ക്രാഫ്റ്റിംഗ് ഫ്ലോറെങ്കിലും സേവ് ചെയ്ത് ഭാഗ്യം. ഷുഗറും ഇതിൻ്റെയൊക്കെ നമ്മൾ പൈസ സെറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ. അപ്പോൾ നമുക്ക് എന്തായാലും ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പം ഇനി എനിക്ക് ഫില്ല് ചെയ്യാൻ ക്രാഫ്റ്റിംഗ് ഫ്ലോർ ഉണ്ട് ഗൈസ്, ക്രാഫ്റ്റിംഗ് ഫ്ലോർ. അപ്പം ഞാനിതൊന്ന് ഫില്ല് ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഒരു ഫ്ലോർ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഇരിക്കാം. അത് ഞാനൊന്ന് ഫില്ല് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പൈസ സെറ്റാക്കി വിൽക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഇത് ബ്രെഡാണ് ഗൈസ്. ഇവിടുത്തെ ഉള്ളവർക്കൊക്കെ ബ്രെഡാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്രെഡാണ് ഗൈസ്. ചോപ്പിക്കാണ് ഗൈസ്, ചോപ്പിക്. ഞാൻ അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രൈസ് സെറ്റ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല ലാഭത്തിൽ വിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം ഗൈസ്, എന്നാലാണ് ഈ വീഡിയോയിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നത് കാണാൻ പറ്റുള്ളൂ. മാക്സിമം വീഡിയോ മുഴുവൻ കാണാൻ നോക്കുക. അപ്പം 4.83 മാർക്കറ്റ് പ്രൈസ്. അപ്പം നമുക്കൊരു വേണമെങ്കിൽ ഒരു 5.3 ഇടാം ഗൈസ്. അത് വെച്ച് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. $4.15 നമുക്ക് ലാഭം ഉണ്ടാവും. അടുത്തത് പാസ്തയാണ്. പാസ്ത 3.12 അപ്പോൾ നമുക്കൊരു 3.5 ഇടാൻ പറ്റും എന്തായാലും. പിന്നെ ഉള്ളത് ഓയിലാണ്. ഓയിൽ 4.50 മാർക്കറ്റ് പ്രൈസ്. നമുക്കൊരു $5 വിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 4.95 വിൽക്കാം ഗൈസ്. പിന്നെ ക്രാഫ്റ്റിംഗ് ഫ്ലോർ, ക്രാഫ്റ്റിംഗ് ഫ്ലോർ നമുക്ക് $3.71 അപ്പോൾ നമുക്ക് എന്തായാലും $4 വിൽക്കാൻ പറ്റും. ബ്രെഡിൻ്റെ ഇതിൻ്റെയും പ്രൈസ് സെറ്റാണ്. ഇന്ന് വേറെ എന്തെങ്കിലും പ്രൈസ് കൂടിയിട്ടുണ്ടോ കുറയുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഇനി കസ്റ്റമേഴ്സിൻ്റെ ചാകരി ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കസ്റ്റമേഴ്സ് മാക്സിമം വന്നാൽ നമ്മുടെ ഭാഗ്യം. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, അത് സ്റ്റോറേജ് ആണ് ഗൈസ്. അത് ലോക്ക്ഡ് ആണ്. ഓൾമോസ്റ്റ് $1,000 കൊടുക്കണം അത് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ. അവിടെ നമുക്ക് റെസ്റ്റോക്കറിനൊക്കെ വയ്ക്കുന്നത്. ഒരു കാലത്ത് നമ്മളവിടെ റെസ്റ്റോക്കറിനെ വച്ച് നമ്മൾ രാജാവിനെ പോലെ ഇവിടെ ഇരിക്കും ഗൈസ്. ഫസ്റ്റ് കസ്റ്റമർ ഇന്നത്തെ എപ്പോഴാണോ വരെ? ഇപ്പോൾ തന്നെ 9 മണി ആവാറായി. ഫസ്റ്റ് കസ്റ്റമർ ആദ്യത്തെ അവറിൽ വന്നില്ല ഗൈസ്. രണ്ടാമത്തെ അവറിലെങ്കിലും വരുമോ നോക്കാട്ടോ ഒരു കസ്റ്റമർ.
ആരെങ്കിലും ഒന്ന് വാടേ. ഇത് കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലേ? ഈ ചേട്ടൻ നമ്മുടെ കടയ്ക്കാണ്. യെസ്, 2 പേര് നമ്മുടെ കടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ. ഇതെന്തൊക്കെയാ പർച്ചേസ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇവൻ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാർഡാണ് ഗൈസ്, കാർഡ് പേടിഎം കാർഡാണ്. $10 23. ഇത് നമ്മൾ 25 അത് ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഗൈസ്. കാർഡിൽ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം, എന്നാലാണ് നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. $10.25 ഓക്കെ. ക്രാഫ്റ്റിംഗ് ഫ്ലോർ വെച്ചാൽ നമുക്ക് അപ്പം തന്നെ ഈ ഒരു ക്രാഫ്റ്റിംഗ് ഫ്ലോർ കൊണ്ട് അവിടെ വയ്ക്കായിരുന്നു ഗൈസ്. ഇതാകുമ്പോൾ എളുപ്പമായിരുന്നു. പിന്നെ ആ പെട്ടി കൊണ്ട് കളയാം, അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സ് വരുന്നൊക്കെ അവിടെ ഉള്ളിക്കൂടെ കടന്നു പോയി ഗൈസ്. നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും അതിൻ്റെ ഉള്ളിക്കൂടെ കടന്നു പോകണത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അവിടെ തടയും. നമുക്ക് ഇതെന്തോ ഗ്ലിച്ചാന്ന് കേട്ടോ എനിക്ക് തോന്നണേ. ആ ഉള്ളിക്കൂടെ കടന്നു പോലെ. ഇത് $15.55. ഇത് 155 അല്ല, 15.55. ഈ അമ്മച്ചി കുറേ സാധനങ്ങളൊന്നും അങ്ങനെയല്ല, ഒരു 3 സാധനം വെച്ചിട്ടുണ്ട്. ക്യാഷ് ഉണ്ട്, നോ ചേഞ്ച്. പിന്നെ എന്തിനാ അമ്മച്ചി ഇവിടെ വന്ന് നിൽക്കണത്? നമുക്ക് എന്തായാലും കാർഡല്ല. അപ്പോൾ $15.10. അയ്യോ, $20. അയ്യോ, എൻ്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. ഈ 20 $99.38 കയ്യിലുണ്ട് കേട്ടാ. പിന്നെയും കസ്റ്റമേഴ്സ് വരുമായിരിക്കും. വന്നാൽ മതിയായിരുന്നു ഗൈസ്. ആരും നമ്മുടെ കസ്റ്റമറിലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്നും വരണില്ല. ഇപ്പം മയോണൈസ് ഒരെണ്ണം വിറ്റ് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഗൈസ് മയോണൈസ് വിറ്റ് പോയിട്ടുണ്ട്. അപ്പം ഇത് കിട്ടിയിട്ട് നമുക്കിത് അവിടെ കൊണ്ട് വയ്ക്കാം. ഞാൻ എന്തായാലും ഇത് അവിടെ കൊണ്ട് വയ്ക്കാം. അപ്പം 2 പെട്ടി ഉണ്ട് മയോണൈസ്. 2 വരി പെട്ടിയല്ല. ഇതുണ്ട് ക്രാഫ്റ്റിംഗ് ഫ്ലോർ. അയ്യോ, എടുത്തിട്ട് ഇങ്ങോട്ട് പോവാം. $4. ഈ ചേച്ചി എന്തൊക്കെയാണ് മേടിക്കാന്ന് നോക്കാട്ടാ. ഓയിലാണ് ഗൈസ്. ഓയിൽ $9.90 നമുക്ക് കിട്ടിയിരിക്കണത്. ഈ ചേച്ചി നല്ല കോട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് എനിക്ക് തോന്നണത്. യെസ് ഗൈസ്, കുറച്ച് കൂടുതൽ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. യെസ്, 3 സാധനങ്ങൾ. പക്ഷെ ഡോളർ അധികമൊന്നും വന്നിട്ടില്ല. $11.95. $3.5. അയ്യോ, $3. ഗൈസ്, ബാക്കി 5 പൈസ ലാഭമായി. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ലാഭമായി. അത് ഇയാളെ നമുക്ക് അതുപോലെ പറ്റിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. $10 $2. ഗൈസ്, ബാക്കി $1. ദിസ് ഈസ് തെഫ്റ്റ്. തെഫ്റ്റാണ്. ഈ കടയ്ക്ക് വരണ്ട. ബൈ. നമ്മുടെ കടയ്ക്ക് ഇനി ആളൊരിക്കലും വരില്ല. $42. $42 ലാഭിച്ചു. ആ ചേട്ടൻ പറഞ്ഞില്ല കേട്ടോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. $96. എൻ്റെ അമ്മ, ഈ $95 നമുക്ക് അടിക്കാൻ പറ്റും. നോക്കാം ഗൈസ്. $95. ബാക്കി $1.50 ലാഭിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇതിപ്പോൾ കള്ളക്കച്ചവടമായി. സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ നോ കള്ളക്കച്ചവടം എന്നാക്കിക്കോ. അതാണ് നല്ലത്. അങ്ങനെ ഇഷ്ടംപോലെ പൈസയാണ് നമ്മൾ കട്ടെടുക്കണത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ നാട്. ഏത് ഗുദാമിലാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എവിടെയാണോ നമ്മൾ തുടങ്ങിയത്? ഈ മച്ചാൻ എന്തോ മേടിച്ചിട്ടുണ്ട്. യെസ്, 2 ക്രാഫ്റ്റിംഗ് ഫ്ലോർ മേടിച്ചിട്ടുണ്ട്. $1 ഉള്ളു കിട്ടേണ്ട. ബാക്കി $1 എനിക്ക് ലാഭമാണ്. ലെറ്റ്സ് ഗോ. ഈ ചേട്ടൻ വന്നിട്ട് 2 ഷുഗർ മേടിച്ചിട്ടുണ്ട്. കാർഡാണ് തന്നേക്കണത്. $10.60. അപ്പം നമുക്ക് എന്തായാലും ഇത് അടിച്ചു കൊടുക്കേണ്ടി വരും. സ്ക്രീന് ചെറുതായിട്ട് ലാഗ് ആവുന്നുണ്ട് കേട്ടോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്ലൈസ്ഡ് ബ്രെഡ് ടു എക്സ്പെൻസീവ് ആണെന്നാ. ടു എക്സ്പെൻസീവ് ആണെങ്കിൽ നീ മേടിക്കണ്ട അപ്പൂപ്പ, അതാണ് നല്ലത്. അല്ലാതെ പിന്നെ നമ്മൾ ടു എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞിട്ട് മേടിക്കേണ്ടിരുന്ന എന്ത് ചെയ്യും? കാർഡിൽ പറ്റിക്കാൻ പറ്റില്ല ഗൈസ്. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അബദ്ധത്തിൽ ചെയ്ത് നന്നായതുകൊണ്ട് നമുക്ക് ഇത് അത് അബദ്ധത്തിൽ ചെയ്ത് നന്നായാലേ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ പറ്റിക്കുമ്പോഴുണ്ടല്ലോ -10 എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റോർ ലെവല് താഴേക്ക് പോവും.
അതൊരു ചെറിയ ഭീഷണിയാണ് സുഹൃത്തുക്കളെ. ഈ കാർഡ് തരികയാണെങ്കിൽ സ്വസ്ഥമായിട്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ കാഷ്യറിനൊക്കെ ഒരു നാളിവിടെ നിർത്തും ഗൈസ്. വൈകാതെ തന്നെ നിർത്തും പരമാവധി. അടുത്ത എപ്പിസോഡിൽ വരുമ്പോൾ ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അയ്യോ നട്ടാപ്പാതിരിട്ടായി, ഞാൻ ലേറ്റ് ഇടട്ടെ. ലേറ്റ് ഇട്ടില്ലെങ്കിൽ ഈ സാറ് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞ് പരാതി പറയും. ക്യാഷാണ് ഗൈസ്. 20 പൈസ തിരിച്ചു കൊടുക്കണം. 10 പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി 10 പൈസ എനിക്ക്. അപ്പം തെഫ്റ്റ് ആണെങ്കിൽ കടയ്ക്ക് ഇനി വരണ്ട. കടയ്ക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞ ആള് പോയിട്ടുണ്ട്. ഈ അമ്മച്ചി എങ്ങനെയാണോ നടക്കുന്നത്? ഈ അമ്മച്ചിയുടെ നടത്തത്തിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. സാധാരണ പോലെയാണ് നടന്നത്. നേരത്തെ നടന്നത് സാധാരണ പോലെയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അസാധാരണ തന്നെയാണ് ഗൈസ്. സാധാരണ പോലെ തന്നെയാണ് നടന്നത്. പക്ഷെ ആദ്യം എന്തോ എൻ്റെ കണ്ണിനുണ്ട് ചെറിയൊരു സംശയം. എന്താണെന്ന് അറിഞ്ഞുകൂടാ. 9 മണി ആവാറായിട്ടുണ്ട്. നമ്മുടെ എപ്പിസോഡ് ഇവിടെ എൻഡാവാറായിട്ടുണ്ട് എന്ന് അർത്ഥം. ഓരോ ദിവസം വെച്ചായിരിക്കും കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യണത്. ഇതിൻ്റെ അടുത്ത പാട്ട് മാക്സിമം നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാം ഗൈസ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ മതി ഞാനിത് അപ്ലോഡ് ചെയ്യാം. എൻ്റെ അടുത്ത വീഡിയോ 9 മണി ആയിട്ടുണ്ട്. നമ്മുടെ ലെവൽ ക്ലോസ് ചെയ്യാൻ പോകും. ഈ ചേച്ചിയും കൂടി വരട്ടെ. അല്ലെങ്കിൽ ഈ ചേച്ചി നമ്മുടെ ഈ സാധനം എടുത്തിട്ട് ഓസിക്ക് പോവും ഗൈസ്. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഓസിക്ക് പോവും. യെസ് ഗോ 14 പോയിന്റ്. ഇനി ആരും വരണ്ട കേട്ടോ. ഇനി ആരും വരില്ല. ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ആരും വരണ്ട. അയ്യോ പോലെ അയ്യോ ആ ചേച്ചി പോയി സാധനം എടുത്തില്ല എന്നാണ് തോന്നണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടാതെ ലൈക്ക് ചെയ്യുക. ബൈ.